അല്ല, ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് ജയിച്ചപ്പോൾ എന്നെ ആരും അങ്ങനെ ക്യാപ്റ്റൻ വിളിച്ചില്ലല്ലോ. എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജയിച്ചല്ലോ. അന്ന് ക്യാപ്റ്റനുള്ള പദവി എനിക്ക് തന്നില്ല. അതെന്താ തരാഞ്ഞത്? ഞാൻ വേണക്കവാ, ഞാൻ ആരോടും മിണ്ടത്തില്ല. നീ ദേഷ്യം വരുന്നുണ്ട്, എന്നെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ വേണക്കവാടാ. എന്താണ് പ്രശ്നം? എടാ ഞാനല്ലേടാ, എനിക്കാണ് അങ്ങ് വിഷമം വരുക. അന്ന് ക്യാപ്റ്റനുള്ള പദവി എനിക്ക് തന്നില്ല. അതെന്താ തരാഞ്ഞത്? ആ സമ്മതിച്ച നീ വിഷമിച്ചോ? സംഭവം എന്താന്ന് പറ, കാര്യം പറ. എടാ ആർട്സിൽ ഞാൻ ഫസ്റ്റ് അല്ലേടാ, സ്കൂളിൽ നമ്മുടെ സ്പോർട്സിൽ ഞാൻ ഫസ്റ്റ് അല്ലേടാ, നമ്മുടെ ക്ലാസ്സിൽ എത്ര പിള്ളേര് വഴക്കൂടിയിട്ടുണ്ട്. ആ പ്രശ്നമൊക്കെ ടീച്ചർമാർ അറിയാതെ ഞാൻ ഒതുക്കി തീർത്തിട്ടില്ലേ? ഇനിയിപ്പോ എന്താ അങ്ങനെ ചെയ്തില്ലെന്ന് ഇപ്പൊ ആരാണ്ട് പറഞ്ഞു. എന്നാലും എന്നോട് ഇത് വേണമായിരുന്നോ? അതെന്താ തരാഞ്ഞത്? അതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എടാ ഞാൻ എന്തൊക്കെ ചെയ്തടാ, എല്ലാരും കൂടെ ഒരുമിച്ചിനല്ലേ നമ്മൾ പഠിച്ചല്ലേ മുമ്പോട്ട് വന്നത്. പിന്നെ ചില ക്ലാസ്സുകളിൽ നല്ല തറവായിട്ട് പഠിക്കാൻ വേണ്ടിട്ട് 3-4 വർഷം എടുത്തു. അത് സത്യവാ. അതാണോ ഇപ്പൊ വലിയ കാര്യം? അതല്ല, അത് വിട്. എന്നിട്ടും ഞാൻ വിജയിച്ചപ്പോഴൊന്നും എനിക്ക് എന്നെ ആരും ക്യാപ്റ്റൻ നോക്കിയില്ല, കാലാൽപ്പട പോലും ആക്കിയിട്ടില്ല. അന്ന് ഞാൻ സ്കൂളില് റാങ്ക് ഒക്കെ മേടിച്ച ഞാനല്ലായിരുന്നു. അപ്പൊ ഞാനല്ലായിരുന്നു, ഞാൻ ലീഡറായിരുന്നപ്പോ പോലും ആരും എന്നെ. അല്ല, ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് ജയിച്ചപ്പോ എന്നെ ആരും അങ്ങനെ ക്യാപ്റ്റൻ വിളിച്ചില്ലല്ലോ. കണ്ടോ, നീയും എന്റെ സങ്കടം കേൾക്കുന്നില്ല. ഇല്ലടാ, നീ പറ. സത്യവാ നീ പറഞ്ഞ. എല്ലാരും നിന്നെ അങ്ങ് അവോയ്ഡ് ചെയ്യുക. പണ്ടെപ്പോഴോ ചക്ക വീണ് മൊയില് ഡെഡ് ആയ പോലെ അവൻ പറഞ്ഞ പോലൊക്കെ 1-2 വട്ടം സംഭവിച്ചു. അപ്പോഴത്തേക്ക് ലീഡറെന്നും പറഞ്ഞ എല്ലാരും കൂടെ അവനെ തലയെ കെറ്റി അങ്ങ് വെച്ചേക്കുവാ. അതേടാ, അല്ലെങ്കിൽ ഞാൻ ചെയ്തതിനൊന്നും ഒരു വിലയില്ല. ഓട്ടടാ പാവം നീ. ക്രെഡിറ്റ് ഒക്കെ അവൻ എടുത്തോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവനെ ലീഡറെന്ന് വിളിച്ചോട്ടെ, ക്യാപ്റ്റൻ വിളിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും എന്നെ അങ്ങനെയൊക്കെ വിളിച്ചുകൂടായിരുന്നു അവർക്ക്? ആരും എന്നെ അന്ന് അങ്ങനെ വിളിച്ചില്ലടാ. ടീച്ചർമാര് വിളിച്ചില്ല, കൂടെ ഉണ്ടായിരുന്നവര് വിളിച്ചില്ല. എന്തിന്? നീ വിളിച്ചോ എന്നെ? ഇല്ല, ആരും വിളിച്ചില്ല. സാരമില്ല. ഞാൻ ഉമ്മൻചാണ്ടിയും ജയിച്ച കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊന്നും ആ പരിവേഷം ആരും തന്നിട്ടില്ല. അപ്പൊ ഞാനും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതിയല്ലേ? എടാ പോട്ടടാ, നീ വിഷമിക്കാതെ. പുള്ളി ക്യാപ്റ്റൻ ആണെങ്കിലല്ല, നീ മേജർ അല്ലയോ? പിന്നെന്തിനാ വിഷമിക്കുന്നേ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ ജയിച്ചത് കോൺഗ്രസ് നേതാക്കന്മാരെക്കാൾ ഒരുപടി മുന്നിൽ നിന്നുകൊണ്ട് ലീഗ് ഒരു മനസ്സോടെ ഉജ്ജ്വലമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഇതെല്ലാം ചേർന്ന് നേടിയ ഒരു വൻ വിജയമാണ്. അല്ലാണ്ട് ക്രെഡിറ്റ് മൊത്തം ക്യാപ്റ്റനും ഈ പറയുന്ന ലീഡറിന് മാത്രമുള്ളതൊന്നും അല്ല, എല്ലാവർക്കും കൂടെ ഉള്ളതാ. എനിക്കതിലൊന്നും പരാതിയില്ല. ചെറിയൊരു വിഷമോ? നീ വിഷമിക്കാതെ. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചെന്തെങ്കിൽ രമേശ് എന്തല്ല ക്യാപ്റ്റൻ അല്ല, മേജറാണ്.